ഇത് വിരിയ നോക്കി വാങ്ങി വീഴുന്ന ഇതൊക്കെയാണ് ഒന്ന് വീഴുന്ന അറിയില്ല ഒന്ന്. അത് ആ മുഹൂർത്തത്തിലാണ് ഞാൻ പിടിച്ചതായിരിക്കും. എങ്കിൽ പാമ്പാണെങ്കിൽ ഇപ്പൊ ചീറി കൊത്തിയേനെ. ഓ ഇപ്പൊ കിട്ടിയെന്ന് വെച്ചാൽ ഇതിന് മെമ്മറിയില്ല. ഇത് വിരിയുന്നതാണ് സമയം വിരിഞ്ഞോണ്ട് പറഞ്ഞു. ഞാൻ ഈ വീഡിയോ പിടിക്കുന്നു. ഇപ്പൊ എടുത്തങ്ങ് വെച്ചു കൊടുത്തു. അറേ വീഴുന്നതിന് അവൻ എടുത്തങ്ങ് വെച്ചു കൊടുത്തു. എവിടെ അതിന്റെ വീട്ടിൽ വിളിക്കണത് ഇതല്ലെങ്കിൽ വേണ്ടില്ല. ഒരേ കണക്കിന് കഴിഞ്ഞ് തളർന്ന് വീഴുന്നു പോവില്ല. ഇനി ചാടിയില്ലായിരിക്കും. അവൻ ആ സമയത്ത് തന്നെ വന്ന് അതിനകത്ത് വെച്ചു കൊടുത്തത് അവന് അപ്പൊ നന്ദി പറയായിരിക്കും. കൊത്തായിട്ട് കിട്ടുമെന്നാ നന്ദി. നന്ദി പ്രയോഗിക്കണ തലയിൽ കൊട്ട് കിട്ടിയ തീയല്ലേ. ഈ രംഗത്തൊരു പാമ്പായിരിക്കണം. അല്ല ഈ ഏരിയയിൽ എവിടെ രസം സമ്മതിക്കുന്നത്? വെള്ളത്തിൽ കൂടെ നീന്തലുണ്ടോ? അത് 10-50 മുട്ടിൽ കൂടുതൽ വരുമെന്നോ? അതും ഇത് കണക്ക് അടുത്ത ഇത് ചെളി നോക്കിയാണ് ഇതൊക്കെയാണ് നോക്കിയതാ വെള്ളത്തിൽ വീണ്. അത് വിരിഞ്ഞപ്പോ എത്തുപോലുള്ള അത് ഇപ്പൊ അതിന് 2 ഇരട്ടിയായി നോക്കി. പക്ഷെ ഇപ്പൊ നാഷണൽ ജോഗ്രഫിക്കാർ അവരിപ്പോ ഇത് ചിലപ്പോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവരെങ്കിൽ ഇപ്പൊ ഒരു പറഞ്ഞു ഇവിടെ ഇരുപൂരിയിലെ മുട്ട വിരിയെന്നുള്ള വേണ്ടിയിരുന്നത്. പക്ഷെ ക്ലിയർ ഉള്ള ആ ഹാൻഡി ക്യാമറ ഉണ്ടല്ലോ, നിങ്ങൾ ഡിജിറ്റൽ ക്യാമറ എടുത്തോണ്ട് ഇത് കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് യൂട്യൂബ് വഴി ഇടായിരുന്നു. പൈസ കിട്ടും നമുക്ക്. പൈസയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ക്രെഡിറ്റ് കാർഡ് അത് ഇതെല്ലാം കൊടുക്കും. വാർത്തയായല്ലേ ഈ രംഗം ആരും കണ്ടിരിക്കൂല അല്ലേ? ചാനലുകാരനെ വിളിച്ചാലും മതി. ഏതെങ്കിൽ അടുത്ത പട്ടി നല്ല സമയം കേട്ടാ. അടുത്തത് വീണ്ടും പൊട്ടണം. അത് എല്ലാം പൊട്ടും ഇപ്പൊ നോക്കിക്കോളേ. പക്ഷെ അത് തളർന്നു കേട്ടാ. നമ്മൾ ഇവിടെ ഇട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയത്. അതുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. എത്ര ദിവസത്തെ കാലാവധി ഉണ്ടോ മുട്ട വിരിയുന്നത്? തുച്ഛമായ ദിവസം. ഇത് വെള്ളം നോക്കിയാൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ അതിന്റെ മുട്ട വിരിഞ്ഞപ്പോ എത്തുപോലെ ഉള്ളായിരുന്നു. ഓരോന്ന് പൊട്ടി വരുന്ന അടിപൊളിയായത്. വെള്ളത്തിൽ വീഴുന്നോ എന്തോ. ഒരു ദിവസം കൊണ്ട് തന്നെ വിരിയായിരിക്കും. എല്ലാം മെച്ചമാണ്. ഞാൻ പറഞ്ഞില്ല അതായത് അനങ്ങിക്കൊണ്ടിരുന്നുണ്ടാവും. അപ്പോഴേ ചൂട് വെയിലിന്റെ ചൂടാ വെള്ളത്തിന്റെ ചൂടാ അടക്കും. ഈ അടുത്ത നാരങ്ങ തെങ്ങി ചാടുന്നവരാണ് ഇത് പറഞ്ഞു ചാടുന്നത്. മരത്തിൽ കയറണവര് കയറും. അടുക്കായാലും കിടക്കായാലും.
നീ എന്തെന്നിറങ്ങി വന്നത്? ഇറങ്ങുന്നത് മീൻ നിങ്ങൾ അവിടെ ഇറങ്ങുന്നത് ഇവിടെ ഇത്ര രീതിയിലുള്ള മീൻ. പാമ്പിന്റെ തല ഇരിക്കുന്ന എവിടെ കണ്ടാ നിങ്ങള്? ഇങ്ങോട്ട് ഇരിക്കുന്നത് ഇങ്ങോട്ട് വാലും തലയും ഒരുമിച്ചിരിക്കുന്നുണ്ടാ? നിന്റെ അടുത്തോട്ട് വരണ്ടാവോ? കുഞ്ഞല്ലേ? കുഞ്ഞ് പ്രശ്നമില്ല. കോഴിപ്പാമ്പ് വരെ പോണല്ലേ? എത്രണ്ണം അമ്പൂ നോക്കിയാണ് ഷാനി. അതിപ്പോ ഒന്ന് പൊട്ടെ, അടുത്ത് പൊട്ടാറായി. പക്ഷെ നിങ്ങൾ ആ ഡിജിറ്റൽ ക്യാമറ എടുത്തോണ്ടിരാളെ നല്ല ക്ലിയർ ആണ്. അതാകുമ്പോഴേ അടിപൊളി നല്ല ക്ലാരിറ്റി ആയിട്ട്. ഇവിടെ തോണ്ടി നോക്ക്, അവൻ പിടിക്കട്ട്. ഇവിടെ കാണും, ഇവിടെ ആ ചെളിയിൽ കാണും. കാള കുറ്റം നോക്കുമ്പോ ഷാവികൊക്കെ ഓടി മീൻ കിടക്കണ ഓടി ഓടാണ്. ഞാൻ വിചാരിച്ചത് അതിലായിരിക്കും തോണ്ടുമ്പോ വേറെ കിട്ടുമെന്ന്. അത് പോയി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഇറങ്ങി പോവാം. തള്ളേ അല്ലെങ്കിൽ ഇഷ്ടംമാര് നിന്റെ അടുത്ത് വരണ്ടോ കാലിന്റെ അടുത്ത്. അത് പ്രശ്നം. രാജവെമ്പാലയുടെ ഷൂട്ടിങ്. രാജവെമ്പാലുണ്ടാവും വരില്ലേ? അവന്റെ കൈയെല്ലാം ഉണ്ടല്ലേ ഇവിടെയൊക്കെ വെള്ളു ടി വിയിൽ ഇന്നലെ കാണിച്ചു. അത് കണ്ടാ തന്നെ പേടിയോ. പൈസ കിട്ടും. ഒരു പാമ്പിനെ കടിക്കാൻ ഗവൺമെന്റിലാണ് പൈസ കൊടുക്കണം. സർക്കാർ ഗ്രാൻഡ് കൊടുക്കില്ലേ ഇപ്പൊ? 10,000 രൂപ ഗ്രാൻഡ് മാസം. അവനെ കൊത്തിയിട്ട് മെഡിക്കൽ കോളേജിൽ പോയപ്പോ തിരിഞ്ഞു നോക്കിയില്ല. അതൊരു പ്രാവശ്യം ഇല്ലേ? ഈ അടുത്ത സമയത്ത് തിരിഞ്ഞു നോക്കിയില്ല. കൊത്തിയിട്ട് മെഡിക്കൽ കോളേജിൽ പോയപ്പോ അവിടെ ഡോക്ടർമാരെ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കി അന്ന് അവൻ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അവർക്ക് അറിയാം. എനിക്ക് അവർ വെന്റിലേറ്റർ കൊടുത്തതിന് ചില സർക്കാർ വെച്ചത് കളയടാ നീ. ഇത് ക്യാരിയിട്ട് പെരിക്കണം കേട്ടോ, അപ്പോഴാണ് ഇത് പൊട്ടണത് കേട്ടോ കളിയാ. നോക്ക്, അത് ക്യാരി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട കൂട്ടി വെക്കുന്നതാണ്, മനസ്സിലായില്ലേ? പെരിക്കുന്നൊന്നുമല്ല, അങ്ങനെ പൊട്ടില്ല. മുട്ട നേരത്തെ കണ്ട പൊട്ടിയത് കണ്ടില്ലേ? ഇതൊക്കെ ചീത്തയായ മുട്ടയാണ് കേട്ടോ. ഇവിടെ കുറെ മുട്ടകൾ വേണ്ട. ഒരു മാലയായിട്ടിരിക്കും. നല്ല രസമുണ്ടായിരുന്നു അതിരിക്കാൻ. തല ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മോട്ട് പിടിച്ചിട്ട് മീനപ്പുറം താരം പിന്നെയാണ് ജോലിക്കാരൻ. ഇത് ഞാൻ ജോലിക്കാരാ. എന്നാ ഞാൻ കളച്ചാൻ ജോലിക്കാരെ വിളിക്കണ്ട. കാറ്റ് കൊണ്ടൊക്കെ കാണുമല്ലോ. എന്തായാലും മീന് പോയാലെന്ത്, അതിനേക്കാൾ വലിയ ഗ്രാൻഡായിട്ടുള്ള കാര്യത്തിലേക്ക് കാണിക്കാൻ നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് തോന്നിയല്ലേ മനസ്സ്? ഒരു നഷ്ടമല്ല. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വിരിഞ്ഞിരിക്കുകയാണ് കേട്ടാ.
കാല്